നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ഓൺ ഗ്രാഫാണ്. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പം നമ്മൾ ഈ സെറ്റിലൊക്കെ പഠിച്ച ഓപ്പറേഷൻസ് ഇല്ലേ, യൂണിയന്, ഇൻ്റർസെക്ഷന്, സെറ്റ് ഡിഫറൻസ്, അതുപോലത്തെ സംഭവങ്ങളാണ് ഇതിലും വരുന്നത്. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സെറ്റ് എയിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, സെറ്റ് ബിയിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എന്ന് പറയുന്നത് ആ രണ്ട് സെറ്റിലെ എലമെൻറ്റ്സിനെ നമ്മൾ എടുക്കണം അല്ലേ. ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? കോമൺ ആയിട്ട് ആരുണ്ടോ അവരെ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഗ്രാഫിൽ വരുന്നത്. നോക്കിക്കേ, യൂണിയൻ ഓഫ് ടു ഗ്രാഫ്സ് G1 ആൻഡ് G2. ഇതെൻ്റെ G1 എന്ന് പറയുന്ന ഗ്രാഫ്, ഇതെൻ്റെ G2 എന്ന് പറയുന്ന ഗ്രാഫ്. ഓക്കെ, ഈ ഗ്രാഫിൽ G1 യൂണിയൻ G2 വെയർ G ഹാസ് വെർട്ടെക്സ് സെറ്റ് V ഓഫ് G1 യൂണിയൻ V ഓഫ് G2 ആൻഡ് എഡ്ജ് സെറ്റ് E ഓഫ് G1 യൂണിയൻ E ഓഫ് G2. അതായത് യൂണിയൻ എടുക്കുമ്പം എല്ലാ വെർട്ടക്സിൻ്റെയും യൂണിയൻ എടുക്കണം, എല്ലാ എഡ്ജസിൻ്റെയും യൂണിയൻ എടുക്കണം. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. യൂണിയൻ എടുക്കുമ്പം ആദ്യം ഞാൻ ഈ ഗ്രാഫ് വരയ്ക്കോ, ഈ ഗ്രാഫ് ഞാൻ അതേപോലെ വരയ്ക്കാം. നോക്കിക്കേ, ഇതെൻ്റെ V1, ഇതെൻ്റെ E1, ഇതെൻ്റെ V2, ഇതെൻ്റെ V5, ഇതെൻ്റെ E5, ഇത് E6, ഇത് E2, ഇത് V3, ഇത് E3, ഇത് V4, E4 അല്ലേ. ഓക്കെ, ഈ ഗ്രാഫ് ഞാൻ അതേപോലെ വരച്ചു. യൂണിയൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഗ്രാഫും ഇതിൽ കാണണം. ഓക്കെ, ഫസ്റ്റ് ഗ്രാഫ് ഞാൻ അതേപോലെ വരച്ചു. ഇനി യൂണിയൻ എടുക്കുമ്പോൾ പറയുമ്പോൾ ഈ ഗ്രാഫും കൂടെ ഇതിൽ വരണം. അപ്പം ഈ എഡ്ജ് നോക്കിക്കേ, V1, E1, V2 അതിവിടെ ഓൾറെഡി ഉണ്ട്, കാരണം കോമൺ ആയിട്ടുള്ളൊരു പ്ലേസ് അല്ലേ ഇത്. V2, E6, E5 അതും ഉണ്ട്. ഇനി എന്താ വരാത്തത്? V1, E7, V5, V1, E7, V5. അപ്പം ഞാനൊരു പാരലൽ എഡ്ജ് ഇവിടെ വരയ്ക്കുക. E7, V5 വന്നു, ഇത് ഞാൻ വരച്ചു. ഇനി V1, E8, V6, V1, E8 വേണം. അതിനെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാം. V1, E8, V6 ഞാനിങ്ങനെ വരുന്നു. ഇനി V6ൽ നിന്ന് V5ലോട്ടൊരു കണക്ഷൻ ഉണ്ട്. V6ൽ നിന്ന് ഉണ്ട്, ഇത് V6ൽ നിന്ന് V5ലോട്ട് ഞാൻ ഈ V6ൽ നിന്ന് V5ലോട്ട് കൊടുത്തു. ഇനി ഈ V6ൽ നിന്ന് V7ലോട്ടുണ്ടല്ലേ, അത് ഞാൻ ഇങ്ങനെ കൊടുത്തു. V6ൽ നിന്ന് V7, ഇത് E10. അപ്പം ഈ രണ്ട് ഗ്രാഫിൻ്റെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനൊരു ഗ്രാഫ് കിട്ടുമല്ലേ. ഇതെന്താണ്? G1 യൂണിയൻ G2 ആണ് ഈ ഗ്രാഫ്. ഇനി ഇൻ്റർസെക്ഷൻ എന്താണെന്ന് നോക്കിയാലോ. അടുത്ത ടേം നോക്കിക്കേ, ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗ്രാഫ് തരും, അതാണ്ട് ഈ ഗ്രാഫ് തന്നെ എടുത്തോ. ഇതിൽ കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ടോ അതിനെ നമ്മൾ എടുത്ത് എഴുതുക. അതായത് കോമൺ വെർട്ടെക്സ് ഉണ്ടെങ്കിൽ, അതേപോലെ കോമൺ എഡ്ജിൻ്റെ സെറ്റ് ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ നമ്മൾ എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റർസെക്ഷൻ. നോക്കിക്കേ, ഇൻ്റർസെക്ഷൻ ഓഫ് ടു ഗ്രാഫ് G1 ആൻഡ് G2 ഈസ് എ ഗ്രാഫ് G. ഇൻ്റർസെക്ഷനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇൻ്റർസെക്ഷൻ കാണിക്കുന്ന സിമ്പിൾ ഇതുണ്ട്, ഇങ്ങനെ യൂണിയൻ തിരിച്ചിട്ടാൽ മതി ഇൻ്റർസെക്ഷൻ കേട്ടോ. വെർ G ഹാസ് വെർട്ടെക്സ് സെറ്റ് V ഓഫ് G1 ഇൻ്റർസെക്ഷൻ V ഓഫ് G2. വെർട്ടെക്സിൽ ഏതെങ്കിലും കോമൺ ഉണ്ടെങ്കിൽ അതും എടുക്കണം, അതേപോലെ എഡ്ജ് സെറ്റിലും കോമൺ കാണത്തില്ല, ആ എഡ്ജ് സെറ്റും എടുക്കണം. ഈ ഫിഗർ നോക്കിക്കുക, ഈ ഫിഗറിൽ കോമൺ വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതും എടുക്കണം, കോമൺ എഡ്ജ് ഉണ്ടെങ്കിൽ അതും എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗറിൽ കോമൺ വെർട്ടെക്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. V1 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് അല്ലേ. ഞാൻ ആദ്യം വെർട്ടെക്സ് എല്ലാം പറയാം. അടുത്ത V2 ഇവിടെയുണ്ട്, ഇവിടെ V2 ഉണ്ട്. പിന്നെ V5 രണ്ടിടത്തുണ്ടല്ലേ. പിന്നെ നോക്കിയേ V3 ഇവിടെ ഉണ്ടോ? ഇല്ല. V4 ഇവിടെ ഇല്ല. അപ്പോൾ കോമൺ ആയിട്ട് ഈ 3 വെർട്ടെക്സേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഇനി കോമൺ ആയിട്ടുള്ള എഡ്ജ് സെറ്റ് നോക്കിക്കേ. എഡ്ജസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. E1 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു E1 ഉണ്ട് അല്ലേ. ഇവിടെ ഒരു E6 ഉണ്ട്, ഇവിടെ E6 ഉണ്ട്. പിന്നെ E7, ഇവിടെ E5, E4, E3, E2. ആ എഡ്ജസ് ഏതെങ്കിലും ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു പാർട്ടാണ് ഇതിൽ കോമൺ ആയിട്ടുള്ളത്. ആ കോമൺ ആയിട്ടുള്ള ഏരിയ വരച്ചാൽ മതി. ഇൻ്റർസെക്ഷൻ എങ്ങനെയാണ്? അപ്പോൾ V1 എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട്, E1 എന്ന് പറയുന്ന എഡ്ജ് ഉണ്ട്, ഇവിടെ V2 ഉണ്ട്. ഓക്കെ, രണ്ടിലും സെയിം അങ്ങനെ. അടുത്ത V2, E6, V5. ഇവിടെ V2, E6, E5. V2 ന്ന് E6 വഴി V5. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പം G1 ഇൻ്റർസെക്ഷൻ G2 എന്ന് പറയുന്ന ഗ്രാഫ് ഇതാണ്. യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് ഗ്രാഫ് വന്നാൽ രണ്ട് ഗ്രാഫിനെയും കൂടെ കമ്പൈൻ ചെയ്തങ്ങ് വരച്ചാൽ മതി കേട്ടോ. ഇൻ്റർസെക്ഷൻ പറയുമ്പോൾ ആ ഗ്രാഫിൽ ഏതൊക്കെ വെർട്ടെക്സും എഡ്ജസും കോമൺ ഉണ്ടോ അതിനെല്ലാം നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ V1, V2, V5 വെർട്ടെക്സാണ് കോമൺ ആയിട്ടുള്ള, എഡ്ജസ് കോമൺ ആയിട്ടുള്ള ഏതൊക്കെയാണ്? E1 ഉം E6 ഉം. അപ്പോൾ ഇതാണ് ഇൻ്റർസെക്ഷൻ. ഇനി അടുത്തൊരു കേസ്, ഇപ്പം ഇവിടെ ഇൻ്റർസെക്ഷൻ എടുക്കാൻ ഒന്നുമില്ലെന്ന് വെച്ചോ. G1 G2 ഞാൻ ഇൻ്റർസെക്ഷൻ എടുക്കുക. കോമൺ വെർട്ടെക്സ് ഒന്നും ഇല്ലെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? എനിക്ക് അതൊരു നൾ ഗ്രാഫ് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്?
ഇഫ് G1 ഇൻ്റർസെക്ഷൻ G2 എന്ന് പറയുന്നത് ഇഫ് ദെയർ ഈസ് നോ കോമൺ വെർട്ടെക്സ് then it is a null graph. നൾ ഗ്രാഫ് എന്ന് എനിക്ക് പറയാം കേട്ടോ. ഇവിടെ കോമൺ ആയിട്ട് V1 V2 V5 ഇവിടെ V1 V2 V5 എല്ലാം കോമൺ ആയിട്ടുണ്ട് കുറച്ചെങ്കിലും. അതുകൊണ്ട് നമുക്ക് ഇൻ്റർസെക്ഷൻ എടുക്കാം. ഈ രണ്ട് ഇമേജിൽ നിന്നും എനിക്കൊരു കോമൺ ആയിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതെന്താണ്, ഒരു നൾ ഗ്രാഫ് ആണെന്ന് പറയാം. ഡെഫിനിഷൻസ് ഒക്കെ എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഈ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ യൂണിയൻ ഓഫ് എ ഗ്രാഫ് എന്താണ് ചിലപ്പോൾ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എക്സാമ്പിൾ എഴുതാനോ അല്ലെങ്കിൽ ഡെഫിനിഷൻ എഴുതാനോ അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അടുത്ത് നോക്കിക്കേ, റിംഗ്സം ഓഫ് ഗ്രാഫ്. റിംഗ്സം ചിലപ്പം ആരും അങ്ങനെ അധികം കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതായിരിക്കും റിംഗ്സം അല്ലേ. ഇതിന് മുമ്പ് റിംഗ്സം എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ റിംഗ്സമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സിമ്പിൾ വെച്ചിട്ട് കേട്ടോ. ഇതാണ് റിംഗ്സമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ. റിംഗ്സം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂണിയൻ എടുക്കത്തില്ലേ, അതായത് വെർട്ടെക്സ് സെറ്റിൻ്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഗ്രാഫിലുള്ള വെർട്ടെക്സും അതിൽ കാണണം. എഡ്ജ് സെറ്റിൻ്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് സെറ്റിലെ എഡ്ജസും അതിൽ കാണണം. ഇവിടുത്തെ കണ്ടീഷൻ എന്തെന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് സെറ്റിലെ എല്ലാ വെർട്ടെക്സും കാണും. അതായത് ഈ ഗ്രാഫിലുള്ള വെർട്ടെക്സും ഈ ഗ്രാഫിലുള്ള വെർട്ടെക്സും വേണം. പക്ഷേ എഡ്ജ് എടുക്കുമ്പോൾ കോമൺ അല്ലാത്ത എഡ്ജ് എടുക്കണം. അതായത് ഇതിൻ്റെ അകത്ത് ആ എഡ്ജ് ഉണ്ട്, ഈ ഗ്രാഫിൽ ആ എഡ്ജ് ഇല്ല എങ്കിൽ എനിക്കെടുക്കാം. ഇതിൽ രണ്ടിലും ആ എഡ്ജ് ഉണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അതായത് കോമൺ അല്ലാത്തൊരു എഡ്ജ്. അതായത് ഇവിടെ ഒരു യൂണിയൻ വരുന്നുണ്ട്, അതായത് വെർട്ടെക്സ് സെറ്റിൽ യൂണിയൻ്റെ കേസ് വരുന്നുണ്ട്. അതായത് വെർട്ടെക്സ് എടുക്കുമ്പോൾ രണ്ടിതിലെ വെർട്ടെക്സ് നമ്മൾ കമ്പൈൻ ചെയ്ത് എടുക്കണം. എന്നിട്ട് എഡ്ജ് എടുക്കുമ്പോൾ എന്താണ്, ഇൻ്റർസെക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. ഇൻ്റർസെക്ഷനിൽ നമ്മൾ കോമൺ ആയിട്ടുള്ളത് എടുക്കും. ഇവിടെ നമ്മൾ എന്തെടുക്കണം, കോമൺ അല്ലാത്ത എഡ്ജുകളെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. ഇപ്പോൾ ഈ ഗ്രാഫിൽ ഞാൻ ആദ്യം വെർട്ടെക്സിനെ എടുക്കും. വെർട്ടെക്സ് അല്ലേ എളുപ്പം എനിക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഞാൻ ഇവിടെ V1, ഇവിടെയും V1 ഉണ്ട്. ഓക്കെ, എനിക്കപ്പോൾ V1 വേണം. അപ്പോൾ എൻ്റെ ഒരു വെർട്ടെക്സ് V1 അവിടെ ഇരിക്കട്ടെ. ഞാൻ എഡ്ജ് ഇപ്പോൾ എടുക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചില എഡ്ജ് വേണ്ട. അപ്പോൾ വേണ്ടാത്ത ഞാൻ ആദ്യം മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഞാൻ ആദ്യം വെർട്ടെക്സ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അടുത്ത V2 ഉണ്ട്, അപ്പോൾ ഞാൻ V2 ഇവിടെ എവിടെയെങ്കിലും കൊടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ V2 കൊടുത്തു. അടുത്ത V3 ഉണ്ട്. V3 ഞാൻ ഇവിടെ താഴോട്ടായിട്ട് ഇങ്ങനെ കൊടുക്കും. ഇവിടെ V3, ഇവിടെ എൻ്റെ V4 വെച്ചു. ഇനി ഈ ഇമേജിലൊരു V5 ഉണ്ടല്ലേ, V5 ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാമെന്ന് വെച്ചു. ഇവിടെ ഞാൻ V5 കൊടുത്തു. ഇവിടെ ഞാൻ V6 കൊടുത്തു. ഇങ്ങോട്ട് മാറി ഞാൻ V7 കൊടുത്തു. ഓക്കെ, വെർട്ടെക്സ് എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നോക്കിക്കേ, ഇതിൽ കോമൺ അല്ലാത്ത എഡ്ജ് നോക്കി. ഇവിടെ E1 ഉണ്ട്, ഇവിടെ E1 ഉണ്ട്. എനിക്ക് E1 എടുക്കാൻ പറ്റുമോ? രണ്ടിലും ഉണ്ട്, പറ്റത്തില്ല. E6 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ E1ഉം ഈ E6ഉം എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നോക്കിക്കേ, V1നെ E5 വെച്ച് കണക്ട് ചെയ്താണ് V5ൽ പോയിരിക്കുന്നത്. ഇവിടെ ഉണ്ടോ E5 എന്ന് പറയുന്ന എഡ്ജ്? ഇല്ല. അതുകൊണ്ട് എനിക്ക് E5 എടുക്കാം. അപ്പം V1ൽ നിന്ന് ഞാൻ നേരെ ഇങ്ങനെ പോവാം. V1 E5 V5ൽ ഞാൻ എത്തി. ഓക്കെ, അപ്പം ഇത് ഞാൻ എടുത്തു. ഇനി നോക്കൂ, V5 E4 V4. അപ്പോൾ V5ൽ നിന്ന് E4 വെച്ച് E4 എഡ്ജ് വഴി V4ൽ വന്നു. ഇവിടെ അതുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എനിക്കത് എടുക്കാവേ. ഓക്കെ, V4 E3 V3. V4ൽ നിന്ന് E3 വഴി ഞാൻ V3 വന്നു. ഓക്കെ, E3 ഇവിടെ ഇല്ല, അതുകൊണ്ട് എനിക്ക് എടുക്കാം. അടുത്ത V3 V2 E2. V3ൽ നിന്ന് E2 വഴി V2ൽ പോകണം. ഓക്കെ, അപ്പം ഈ ഗ്രാഫിലുള്ള എല്ലാ എഡ്ജുകളും ഞാൻ എടുത്തു. അതായത് കോമൺ അല്ലാത്ത എഡ്ജസ് എല്ലാം ഞാൻ എടുത്തു. ഇനി ഇവിടെ നിന്ന് ഞാൻ കോമൺ അല്ലാത്ത എടുക്കും. ഇവിടെ നോക്കിക്കേ, V1 E7 V5 ഉണ്ടല്ലേ. ഓക്കെ, ഇതെടുത്തു. ഇനി V1ൽ നിന്ന് E8 വഴി V6. V1 E8 വഴി V6. ഇത് ഞാനിപ്പോൾ അങ്ങങ്ങൾക്ക് ഇതേപോലെ എടുത്തോണ്ടാണ് കേട്ടോ ഈ ഒരു ഷേപ്പ് വന്നത്. ഷേപ്പൊക്കെ ഇത് തന്നെ കിട്ടണമെന്നില്ല, നിങ്ങൾ വെർട്ടെക്സ് വെക്കുന്നതനുസരിച്ച് കിട്ടും കേട്ടോ. അടുത്തത് ഇപ്പം ഞാൻ ഏതെടുത്ത് E8 എടുത്തു. ഇനി V6ൽ നിന്ന് V5 വഴി V6 E9 വഴി V5 അല്ലേ. ഇങ്ങനെ എനിക്കിവിടെ എന്ത് കിട്ടി? E9 വന്നു അല്ലേ. ഇനി V6 ഇപ്പോൾ E9 എടുത്തു. ഇനി ഏതാ? V6 E10 V7 കൂടെ അല്ലേ ഉള്ളൂ. V6 E10 E7. ഈ ഫിഗറിലും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കോമൺ അല്ലാത്ത എഡ്ജസ് എടുത്തു, ഇവിടെയും കോമൺ അല്ലാത്ത എഡ്ജസ് എടുത്തു. എൻ്റെ രണ്ടിലും ഉള്ള, അതായത് എല്ലാ വെർട്ടെക്സും ഞാൻ എടുത്തു. ഇതിൽ നമുക്ക് ഇതിൻ്റെ യൂണിയനും ഇൻ്റർസെക്ഷനും റിംഗ്സമും എല്ലാം കണ്ടുപിടിക്കാം. യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്?
എല്ലാ വെർട്ടക്സും എല്ലാ എഡ്ജസും ഞാൻ എടുക്കണം. ഇത് ഈ 2 ഗ്രാഫും കൂടെ കമ്പയർ ചെയ്തങ്ങ് വരച്ചാൽ മതി. അത് ഞാൻ എന്താണ് ഈ ഗ്രാഫ് വരയ്ക്കാം. അപ്പം എങ്ങനെയാ? ഫസ്റ്റ് ഗ്രാഫ് ഞാൻ ഇതേപോലെ വരച്ചു. ഇത് എൻ്റെ എ, ഇതെൻ്റെ ഡി, ഇതെൻ്റെ എച്ച്, ഇത് ബി, ഇത് സി, ഇത് എഫ്, ഇത് ജി, ഇത് ഐ. ഓക്കെ, അത്ര ഓക്കെ. ഈ എച്ച് ഡി കോമൺ അല്ലേ, അതിവിടെ വന്നിട്ടുണ്ട്. അടുത്ത് നോക്കിയാൽ എ ജെ സി, ഇതെവിടെ? എ ജെ സി എനിക്ക് എങ്ങനെ കാണിക്കാം? ഞാൻ ഇങ്ങനെ പോവാം, എ ജെ സി. ഇനി എ കെ ഇ ഇല്ല, അപ്പം ഞാനിപ്പോൾ ഈ ഇവിടെ എവിടെയെങ്കിലും എടുക്കും. ഇവിടെ ഇ എന്ന് പറയുന്ന വെർട്ടക്സ് എടുത്തു, എന്നിട്ട് അതിനെ ഇങ്ങനെ എ കെ ഇ വഴി പോയി. ഇയും സിയും കൂടെ കണക്ട് ചെയ്ത് എല്ലുണ്ട്, ഇയും സിയും കൂടെ കണക്ട് ചെയ്ത് എല്ലുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് കിട്ടും. ഇതെന്താണ്? ഇത് യൂണിയനാണ് കേട്ടോ. അടുത്ത ഇൻ്റർസെക്ഷൻ എടുക്കുമ്പം ഇതിൽ കോമൺ ആയിട്ടുള്ളത് നോക്കിക്കേ. കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ ഡി, ഇവിടെ ഡി, എച്ച് ഇവിടെ കോമണാ, ഇവിടെ എച്ച് കോമണാ. വേറെ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ലല്ലേ. അപ്പം ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെ വരും? ഇത് എ എച്ച് എഡ്ജ് ഡി എന്ന് പറയുന്ന വെർട്ടെക്സ്, ഇതാണ് ഇൻ്റർസെക്ഷൻ. ഇനി റിംഗ് സം എടുക്കുമ്പം എല്ലാ വെർട്ടെക്സും വേണം. അപ്പോൾ ഞാൻ എല്ലാ വെർട്ടെക്സും തന്നെ കൊടുക്കുക. ഇത് എ ആണ്, ഇതെൻ്റെ ബി ആണ്, ഇതെൻ്റെ സി, ഇതെൻ്റെ ഡി. ഇതിൽ ഞാനിപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ വെർട്ടെക്സ് മാർക്ക് ചെയ്തു, എ ബി സി ഡി. ഇനി ഇവിടെ ഏതൊക്കെ വെർട്ടെക്സ് ഉണ്ട് പുതുതായിട്ട്? ഇ മാത്രമല്ലേ ഉള്ളൂ. സി ഓൾറെഡി ഉണ്ട്, എ ഉണ്ട്, ഡി നമ്മൾ എടുത്തതാണ്. ഇ മാത്രമേ ഉള്ളൂ. ഇ ഞാൻ ഇങ്ങോട്ട് മാറ്റി കൊടുത്തു. ഇനി എ എച്ച് ഡി കോമണാണ്, എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കോമൺ അല്ലാത്തവരല്ലേ ഞാൻ എടുക്കണ്ടേ? എ ഐ ബി ഉണ്ടോ ഇവിടെ? എ ഐ ബി ഇല്ലല്ലോ. അപ്പം എനിക്ക് ഐ എടുക്കാം, ഇവിടെ എഡ്ജ്. അപ്പം എന്ന് ഐ വഴി ബിയിൽ, ഓക്കെ. ബിന്ന് എഫ് വഴി സി, എഫ് ഇവിടെ ഉണ്ടോ? ഇല്ല, അപ്പം ഞാൻ എഫ് എടുത്തു. ബിന്ന് എഫ് വഴി സിയിൽ. ഇനി ജി ഇവിടെ ഉണ്ടോ? ഇല്ല, അപ്പോൾ എനിക്ക് ജി എടുക്കാം, കോമൺ ആയിട്ടുള്ളതല്ലല്ലോ. അപ്പം സി ജി വഴി ഡിയിൽ. ഓക്കെ, ഈ ഫിഗറിലെ എല്ലാം കഴിഞ്ഞു അല്ലേ? ഈ ഫിഗറിൽ നമ്മളെല്ലാം എടുത്തില്ലേ? ഇനി ഈ ഫിഗർ നോക്കിക്കേ. എന്ന് ജെ വഴി സി പോകുന്നുണ്ടല്ലേ, അപ്പോൾ എ ജെ സി. ഇനി ഇ എൽ സി, പിന്നെ ഏതാ വരുന്നത്? എ കെ ഇ അല്ലേ? എയും ഇങ്ങനെ മാർക്ക്, എ കെ ഇ. അപ്പോൾ ഇതാണ് റിംഗ് സം. G1 XOR ഇല്ലേ നിങ്ങളുടെ? XOറിൻ്റെ സിമ്പിൾ G1 XOR G2, അതാണ് റിംഗ് സം. ഇതുമ്പോൾ G1 ഇൻ്റർസെക്ഷൻ G2, ഇതെന്താണ്? G1 യൂണിയൻ G2. ഈ ഫിഗർ നോക്കിക്കേ, ഇതൊരു സിമ്പിളായിട്ടുള്ളതാണ്. V1 V2 V3 V4, V1 V2 V3 V4 എല്ലാം കോമൺ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നോക്കിയടാ, ഇവിടെ നമുക്ക് യൂണിയൻ എടുക്കാം അല്ലേ? യൂണിയൻ എങ്ങനെ എടുക്കാം? അപ്പം ഞാൻ ഈ ഫിഗർ ആദ്യം വരയ്ക്കാം. E1 വഴി V2, V2ന്ന് E2 വഴി V3, V3ന്ന് E3 വഴി V4, V4ന്ന് E4 വഴി V1. ഓക്കെ, ഇവിടെ നടുക്കാരുണ്ട്, E5 ഉണ്ട്. അടുത്ത് ഈ ഫിഗർ നോക്കിക്കേ. ഈ ഫിഗർ നോക്കുമ്പോൾ V1 ഓക്കെ കോമണ, E1 V2 ഇതെല്ലാം വന്നിട്ടുണ്ട്. എക്സ്ട്രാ ആരേ ഉള്ളൂ ഇനി വരാൻ? ഈ ഒരു E6 വരാനുണ്ടല്ലേ. അപ്പം V1ന്ന് V3 കണക്ട് ചെയ്ത ഒരു E6 അതായി. ഇനി എന്തോ ഈ ഒരു പോർഷനും കൂടെ അല്ലേ ഉള്ളൂ. V4ന്ന് E7 വഴി V5. ഓക്കെ, ഇൻ്റർസെക്ഷൻ പറയണം. ഇൻ്റർസെക്ഷൻ എളുപ്പമല്ലേ ഇതിൽ? ഒന്നുമില്ല, കാരണം എല്ലാ വെർട്ടെക്സും കോമൺ ആണിതിൽ. ആകെ ഈ നടുക്കുള്ള ഈ E5 E6ഉം പിന്നെ അതാണ് ഈ ഒരു പോർഷൻ മാറ്റിയാൽ മതി അല്ലേ? അപ്പോൾ ഇങ്ങനെ വരും ഇൻ്റർസെക്ഷൻ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. എൻ്റെ V1 E1 V2 V3 E3 V4 E4. കോമൺ ആയിട്ട് V1 ഇവിടെ E1 ഇവിടെ E1 V2 E2 V3 E3 V4 E4 E5 ഇവിടെ ഉണ്ടോ? ഇല്ല. E6ഓ? ഇവിടെ ഇല്ല. അടുത്ത E7 ഉണ്ടോ? ഇല്ല. V5 ഉണ്ടോ? ഇല്ല. അപ്പോൾ കോമൺ ആയിട്ട് ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് G1 ഇൻ്റർസെക്ഷൻ G2 എന്ന് പറയുന്നത്. ഇത് G1 യൂണിയൻ G2. ഇനി റിംഗ് സം എന്ന് പറയുമ്പോൾ എല്ലാ വെർട്ടെക്സും വേണം അല്ലേ? എല്ലാ വെർട്ടെക്സും എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ V1 മാർക്ക് ചെയ്തു, ഇവിടെ V2, ഇവിടെ V3,
ഇവിടെ V4, പിന്നെ ഒരു V5 ഈ ഗ്രാഫിലുണ്ട്. അപ്പോൾ V5 ഞാൻ ഇവിടെ വെച്ചു. ഇനി കോമൺ ആയിട്ടുള്ള എഡ്ജ് ഞാൻ എടുക്കാൻ പാടില്ല. E1 ഇവിടെയുണ്ട്, അപ്പം എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഉണ്ടല്ലേ. E2 ഇവിടെയുണ്ട്, എടുക്കാൻ പറ്റത്തില്ല. E3 ഇവിടെയുണ്ട്, എടുക്കാൻ പറ്റത്തില്ല. E4 ഉണ്ട്, എടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ആരെ എടുക്കാം? E5 എടുക്കാം. E5 ഇവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ ഇല്ല. അപ്പോൾ എനിക്കത് എടുക്കാം. എങ്ങനെ കണക്റ്റിരിക്കുന്നത്? V2, E5, V4. അടുത്ത E6 ആയി ഗ്രാഫിൽ, അത് ഇപ്പുറത്തെ ഗ്രാഫിലില്ലല്ലേ. അപ്പോൾ ഇതെനിക്ക് എടുക്കാം. അപ്പോൾ V1, E6, V3. ഓക്കെ. ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ V4, E7, V5 അതിവിടെ വന്നിട്ടില്ല, അതെനിക്കെടുക്കാം. V4, E7, V5. അപ്പോൾ ഇതായിരിക്കും റിംഗ് സം എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്.